നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നേന്ന്? എന്റെ കെട്ടിയ രമേശേട്ടനെ വണ്ടി ഇടിച്ച് കിടത്തിയേക്കണേ. വണ്ടി ഇടിച്ച് ഇതിന്റെ അകത്തോട്ട് കയറ്റിയോ? അല്ലല്ല, വണ്ടി ഇടിച്ചിട്ട് അപകടം പറ്റി ഇതിന്റെ അകത്ത് കയറ്റി കിടത്തിയേക്കണേ അവര്. അയ്യോ, ഇത് ഈ ആശുപത്രിയിലെയോ ഭയങ്കര പൈസ മേടിക്കുമെന്ന്. ഈ അകത്ത് കിടക്കുന്ന ആൾക്ക് വല്ലതും ഉണ്ടാ? ഒരു ടിപ്പർ ലോറി വന്ന് ഇങ്ങോട്ട് ഇടിച്ചാ ടിപ്പർ അപ്പൊ തന്നെ തെറിച്ചങ്ങടോ. അത്രയും വലിയ കൊടവയറുണ്ട്. കൊടവയറുണ്ടാ? എന്റെ മാമനും ഉണ്ട് ഇതുപോലൊരു കൊടവയറുണ്ട്. മാമൻ അതിനും വേണ്ട ആഹാരം കഴിക്കോ? ആഹാരം കഴിക്കുമെന്നോ? ഒരു പ്ലേറ്റ് ചോറിനിട്ട് അങ്ങനെ പീഡിപ്പിക്കുവാണ് ചെയ്യുന്നത്. അതുപോലുള്ള തീറ്റയല്ലേ ആൾക്കാരൊക്കെ ആനയൂട്ടെന്ന് പറയുമെന്ന്. ഇത് കഴിഞ്ഞിട്ട് വന്നൊരു കിടത്തയുണ്ട്. എന്നിട്ട് ഈ ശ്വാസം പിടിപ്പിക്കുന്ന സമയത്ത് ഈ വയറ് പോയി മേളി ഫാനി തട്ടും. അല്ല, കുറെ നേരമായി ഇതെന്താണെന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ പറയാറുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ചല്ല, കാലിൽ എന്താ കെട്ടി വെച്ചേക്കണെന്ന്. എന്താ എങ്ങനെ പൊട്ടിയത്? ഇതെന്ന് പറഞ്ഞാൽ പട്ടി അടിച്ച. ഞങ്ങളുടെ വീടിന്റെ അവിടത്താണെങ്കിൽ ഒരു പട്ടി പ്രസവിച്ചു. ആ പട്ടിയെയും 8 കുട്ടികളെയും കൂടി ഞാൻ എന്റെ കൂട്ടുകാരന് കൊടുത്തു. അത് കണ്ടോണ്ട് എന്റെ വീട്ടിലെ പട്ടി എന്നെ കടിച്ചു. നിങ്ങളുടെ വീട്ടിലെ പട്ടി അങ്ങനെ കടിക്കണത്? പിന്നെ അവന്റെ പെണ്ണുമ്പിള്ളയും പിള്ളേരെയും എല്ലാവർക്കും കൊടുത്തു ഞാൻ കടിക്കൂലേ. അങ്ങനെ കടിച്ചതാണ്. എന്താ പിന്നെ അതിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല? തിരിച്ചു കൊണ്ടുവന്നപ്പോ എന്റെ വീട്ടിലെ പട്ടിക്ക് വേണ്ട. അതെന്താ? വല്ലവന്റെ കൂടെ പോയ പെണ്ണിനെ എനിക്ക് എന്തിനാണോ